ഡ്യൂഡ് ഇന്ന് റിലീസായ തമിഴ് സിനിമയാണ്. എല്ലാവരും അറിഞ്ഞിട്ടുണ്ടായിരിക്കും. പ്രദീപ് രംഗനാഥൻ്റെ പുള്ളി നായകനാകുന്ന മൂന്നാമത്തെ സിനിമയാണ്. നായകനായി റിലീസാവുന്ന മൂന്നാമത്തെ സിനിമയാണ്. LIK പുള്ളി രണ്ടാമത് നായകനായ സിനിമ ഷൂട്ട് കഴിഞ്ഞിട്ട് കുറേ ആയി. സംതിങ് ഇഷ്യൂസ് കൊണ്ട് പോസ്റ്റ്പോണ്ട് ഇപ്പോൾ ലാസ്റ്റ് ഡേ December 18 റിലീസ് വെച്ചിട്ടുണ്ട്. ഭയങ്കര വെയിറ്റിംഗ് ആണ് ആ സിനിമയ്ക്ക് വേണ്ടിയിട്ട്. അപ്പം എനിക്ക് പ്രദീപ് രംഗനാഥൻ്റെ സിനിമകൾ പൊതുവെ ഇഷ്ടമാണ്. ലവ് ടുഡേ എല്ലാവർക്കും വർക്കായ ലെവലിൽ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല എങ്കിൽ പോലും ഇഷ്ടപ്പെട്ട സിനിമയാണ്. കോമാളി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട സിനിമയാണ്. പിന്നെ അതുപോലെ തന്നെ ഡ്രാഗൺ എൻ്റെ ഫേവറേറ്റ് സിനിമയാണ്. ഈ വർഷം ഞാൻ കണ്ടിട്ടുള്ളതിൽ എനിക്കൊരു ടോപ്പ് 3 ഉൾപ്പെടുത്താൻ പറ്റുന്ന സിനിമകളിലൊന്നാണ് ഡ്രാഗൺ. എനിക്ക് അത്രയും വർക്കായ പടമാണ്. അതുകൊണ്ട് തന്നെ ഡ്യൂഡിന് ഭയങ്കര വെയിറ്റിംഗ് ആയിരുന്നു. ദീപാവലി റിലീസായിട്ട് അവിടെ ഇറങ്ങിയ സിനിമയാണ്. പ്രോപ്പർ ഒരു എൻ്റർടൈനറാണ്. പ്രോപ്പർ ഒരു റോം കോം എന്ന് പറയാം. അതിനോട് തന്നെ ഒരു പ്രോപ്പർ എൻ്റർടൈനർ, ഒരു കളർഫുൾ എൻ്റർടൈനർ, ഒരു ഫെസ്റ്റിവൽ പടം അത് തന്നെയാണ്. കീർത്തീശ്വരനാണ് ഈ സിനിമയുടെ തിരക്കഥാകൃത്തും സംവിധായകനും. അദ്ദേഹത്തിൻ്റെ ഫസ്റ്റ് സിനിമയാണ്. സുധാ കൊങ്കരയുടെ ഒക്കെ അസിസ്റ്റൻ്റാണ്. അതൊക്കെ കൊണ്ട് തന്നെ പ്രതീക്ഷ ഉണ്ടായിരുന്നു. പിന്നെ സായി അബ്ബിങ്കാറിൻ്റെ മ്യൂസിക് ആയിരുന്നു. സിനിമയെ പറ്റി പറയുകയാണെങ്കിൽ ഞാൻ പറഞ്ഞില്ല, ഒരു പ്രോപ്പർ റോംകോമാണ്. 2 മണിക്കൂർ 20 മിനിറ്റാണ് ഡ്യൂറേഷൻ. തുടക്കത്തിലൊരു സീനുണ്ട്, ഒരു കല്യാണത്തിൻ്റെ അവിടുത്തെ ഒരു സീനുണ്ട്. നേഹ ഷെട്ടി ഗസ്റ്റ് അപ്പിയറൻസ് ആണ് ഇതിൽ. പുള്ളിക്കാരിയും പ്രദീപും കൂടെ ഉള്ളൊരു സീനുണ്ട്. അവിടെ തന്നെ നമുക്ക് ഇതിൻ്റെ ഒരു മൂഡ് മനസ്സിലാക്കാൻ പറ്റും. നല്ല ഓവറാണെന്ന് മനസ്സിലാക്കാൻ പറ്റും. ഭയങ്കര ഓവറാണെന്ന് മനസ്സിലാക്കാൻ പറ്റും. പക്ഷേ അപ്പോൾ ആ ഒരു സീൻ ഞാൻ വിചാരിച്ചു അതിൽ കൊറിയോഗ്രാഫി ചെയ്ത് തന്നെ ഓവറായിട്ടാണ്. അപ്പം ഈ സീൻ അങ്ങനെ ചെയ്തിട്ട് പിന്നെ അങ്ങോട്ട് ഓക്കെ ആവും എന്നാണ് കരുതിയത്. പക്ഷേ അതുകൊണ്ട് തന്നെ ആ സീൻ എനിക്ക് അത്ര വർക്കായില്ല. നല്ല ഓവറായിട്ടാണ് തോന്നിയത്, പ്രദീപിൻ്റെ ഓവർ ആക്ടിങ് കാര്യങ്ങളൊക്കെ. പക്ഷേ അവിടെ നിന്ന് അങ്ങോട്ട് പിന്നെ സെയിം മീറ്ററാണ് ആയിരുന്നു ത്രൂ ഔട്ട് വരെ മീറ്റർ, ഇൻ്റർവെൽ വരെ നല്ല ഓവർ. പ്രദീപ് രംഗനാഥൻ മറ്റേ രജനിയൊക്കെ കാണിക്കുന്ന പോലത്തെ മാനേഴ്സ് ഇല്ല, രജനിയുടെ മാനേഴ്സം കോപ്പി ചെയ്യാന്നല്ല, ആ ഒരു സ്റ്റൈലിൽ പുള്ളിക്ക് വേണ്ടിയിട്ട് മാനേഴ്സം ഉണ്ടാക്കണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ കുറേ മാനേഴ്സം കാണിക്കുന്നുണ്ട്. അത് അവിടെ ഉള്ളവർക്ക് ഓക്കെ ആവും. ഇവനിത് എന്ത് കോപ്പായി കാണിക്കുന്ന ഒരു ഫീലായിരുന്നു എനിക്ക് മൊത്തത്തിലുണ്ടായിരുന്നത്. പുള്ളി എല്ലാ കാര്യത്തിനും മറ്റേ ആക്ഷൻ ഇട്ടിട്ട് അവിടെയൊക്കെ മറ്റേ സൗണ്ട് എഫക്ട്സും കൊടുക്കും. ആ രീതിയിലാണ് മൊത്തത്തിൽ പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ നമ്മുടെ മമിത ചേച്ചി വരുന്നു. മമിത ചേച്ചിയുടെ പെർഫോമൻസ് നല്ല ഓവറായിരുന്നു. എനിക്ക് പറയാനുള്ളത് ഇവർ രണ്ടുപേരും കട്ടയ്ക്ക് മത്സരമായിരുന്നു. നമ്മളിൽ ആർക്കാണ് എനിക്ക് വേണം ഏറ്റവും മികച്ച ഓവർ ആക്ടർ അവാർഡ്, എനിക്ക് വേണം മികച്ച ഓവർ ആക്ടർ അവാർഡ് എന്ന് പറയും. ഇവർ രണ്ടുപേരുടെ മത്സരമായതായിട്ടാണ് എനിക്ക് തോന്നിയത്. ഇപ്പോൾ ഈ ക്യൂട്ട്നെസ് ഒക്കെ കണ്ട് ഇഷ്ടപ്പെടുന്നവർക്ക് ഇവർ രണ്ടുപേരും ഇഷ്ടപ്പെടുമായിരിക്കും. എനിക്ക് രണ്ടുപേരും നല്ല ഓവറായിട്ടാണ് തോന്നിയത്. ഞാൻ പറയില്ല, ഇപ്പം ഇയാൾ പ്രദീപ് രംഗനാഥ് ഇച്ചിരി ഓവറായിട്ടാണ് എല്ലാം ചെയ്യുന്നത്. പക്ഷേ അതിനൊരു മീറ്ററുണ്ട്. ലവ് ടുഡേയിൽ ചിലയിടത്തൊക്കെ കയ്യിൽ നിന്ന് പോയി. പക്ഷേ ഡ്രാഗൺ കണ്ടാൽ അറിയാം, ഒരിടത്ത് പോലും മടുപ്പായിട്ടില്ല. പുള്ളി സെയിം എക്സ്പ്രഷനാണ് ഈ 3 പടങ്ങളിലും ഉള്ളത്. അതായത് ദേഷ്യം, ലവ് ഫെയിലിയർ, അതുപോലെ തന്നെ മറ്റേ റൊമാൻസ്, കോമഡി, ഫൈറ്റ്, ഇതെല്ലാം 3 പടത്തിലും ഉള്ളതാണ്. പക്ഷേ ഡ്രാഗണിൻ്റെ അകത്ത് എത്ര സെറ്റായിട്ടാണ് എടുത്തിരിക്കുന്നത്. പണി അറിയുന്ന ഒരു ഡയറക്ടർ വന്നപ്പോഴത്തേക്ക് ആ ഒരു സാധനം അതെനിക്കിവിടെ മിസ്സിങ് ആയിട്ട് തോന്നി. എഴുത്തുണ്ട്, നമുക്ക് പ്രദീപ് ഉള്ളതുകൊണ്ട് തന്നെ ബഡ്ജറ്റും ഉണ്ട്. അപ്പം കുഴപ്പമില്ല, അത് എഴുത്തിന് ഫോക്കസ് കൊടുത്തുകൊണ്ട് മേക്കിങ്ങിൽ അങ്ങനെ കിടുവാക്കേണ്ട ആ ഒരു രീതി തോന്നി. ടെക്നിക്കലി സൂപ്പറാണ്. ഇപ്പം വിഷ്വൽസും എഡിറ്റിങ്ങും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എഡിറ്റിൽ തന്നെ ഇടയ്ക്കിടയ്ക്ക് ആനിമേഷൻസ് സ്ക്രീനിൽ വരുന്നുണ്ട്, അതൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു. ടൈറ്റിൽ ആനിമേഷൻസ് അതൊക്കെ സെറ്റാണ്. ഞാൻ ഫണ്ട് ഇറക്കിയതിൻ്റെ അറിയാനുണ്ട്. പക്ഷേ ഡയറക്ഷൻ എത്രത്തോളം മികച്ചായി നോക്കുമ്പോൾ മൊത്തത്തിലുള്ളതാണല്ലോ ഡയറക്ഷൻ, അതെനിക്ക് അത്രയൊരു സെറ്റായിട്ട് ഫീൽ ചെയ്തില്ല. പെർഫോമൻസ് ഇവർ രണ്ടുപേരും അങ്ങനെ ആയി. പിന്നെ ഒരു ക്യാരക്ടർ റോൾ ചെയ്തിട്ടുള്ളത് ഹൃദു ഹാരോണാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പുള്ളി എനിക്ക് ഇഷ്ടമുള്ള ആക്ടറാണ്. മേനെ പ്യാർ കിയയിൽ വെറും ദുരന്തമായെങ്കിലും പുള്ളി തിരിച്ചെത്തിയിട്ടുണ്ട് ഇതിൽ. കിടിലം പെർഫോമൻസ്. ശരത് കുമാറും ഡീസൻ്റായിട്ട് ചെയ്തിട്ടുണ്ട്. രോഹിണിയും നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാൻ പറയില്ലേ, ആ ഒരു ഒരേ മൂഡിലങ്ങ് ഫസ്റ്റ് ഹാഫ് വരെ പോവുകയാണ്. ഫസ്റ്റ് ഹാഫ് കഴിയുമ്പോൾ ഓക്കെ, ഒരു ചുമ്മാ ഇരുന്ന് കാണാം. ഒരു പാട്ടുകളും കാര്യങ്ങളും അങ്ങനെ ഇങ്ങനെയൊക്കെ കൊണ്ട് ഒരു ഓളത്തിലിരുന്ന് ചുമ്മാ കാണാം. ഒരു ഫീലോ കാര്യങ്ങളോ ഒന്നുമില്ല, ഒരു ഓളത്തിൽ കാണാം. അങ്ങനെ സെക്കൻഡ് ഹാഫ് തുടങ്ങി. സെക്കൻഡ് ഹാഫിൽ കഥ നീങ്ങുന്നില്ല. 2 മണിക്കൂർ 20 മിനിറ്റ് അത്ര വലിയ ഡ്യൂറേഷൻ അല്ല ഒരു എൻ്റർടൈനർ സിനിമയ്ക്ക്. പക്ഷേ ഇതൊരു 2 മണിക്കൂർ തീർക്കായിരുന്നു, അല്ലെങ്കിൽ ഒരു 1:50 തീർക്കായിരുന്നു. കറക്റ്റ് കഥ നീങ്ങുന്നില്ല സെക്കൻഡ് ഹാഫിൽ. അതായത് ഇത്രയും ഡ്യൂറേഷന് വേണ്ടിയിട്ട് കഥ ഒരു സ്ഥലത്തു നിന്ന് പിന്നെ റബ്ബർ ബാൻഡ് പോലെ ഇങ്ങനെ വലിഞ്ഞുകൊണ്ടിരിക്കുമോ, ഭയങ്കരമായിട്ട് വലിഞ്ഞ് പ്രദീപ് മമിതയും കൂടെയുള്ള സീൻസൊക്കെ ഒരു എയർപോർട്ടും വിസയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് അതൊക്കെ ചുമ്മാ കിടന്നിങ്ങനെ വലിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് പിന്നെ ഒരു 6 മാസം കഴിഞ്ഞ് അങ്ങനെ പിന്നെ ഇമോഷൻ എന്ന് പറഞ്ഞ സാധനം നമുക്ക് കണക്റ്റ് ആവുന്നില്ല. ഒരിടത്ത് പോലും നമുക്ക് ഇവരുടെ ഇഷ്ടത്തിൻ്റെ ഒരു ലവ് ഫെയിലിയർ അല്ലെങ്കിൽ അതിൻ്റെ അനുഭവിക്കുന്ന ഫീലിംഗ് ഒന്നും തോന്നുന്നില്ല. പിന്നെ ശരത് കുമാറിൻ്റെ കാര്യമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് വിഷയങ്ങൾ ഈ സിനിമയിൽ വരുന്നുണ്ട്. അത് സംസാരിക്കേണ്ട വിഷയം തന്നെയാണ്. നമ്മൾ ഇതിന് മുന്നത്തെ സിനിമകൾ സംസാരിച്ചിട്ടുണ്ട്. ഈ അടുത്ത് വന്ന മലയാള സിനിമകളിലും തമിഴ് സിനിമകളിലൊക്കെ സ്ഥിരം ചെയ്യുന്നതാണ്. പക്ഷേ ആ ഒരു വിഷയം ഈ സിനിമയുടെ ജോണർ വെച്ചിട്ട് അത് എൻ്റർടൈനറാണ്, അതൊക്കെ ഓക്കെ. പക്ഷേ അതിനൊരു കോമഡി ആയിട്ട് കൈകാര്യം ചെയ്തു. ഇതിൻ്റെ ലാസ്റ്റിൽ പ്രദീപും ശരത് കുമാറോടുള്ള ഒരു സീനിൽ പുള്ളി ശരത് കുമാറിനോടൊരു കാര്യം ചെയ്യാൻ പറയുന്നുണ്ട്. അത് പുള്ളി ചെയ്യുന്നുണ്ട്. അതുകൂടെ ചെയ്തില്ലായിരുന്നെങ്കിൽ നമുക്കിതിൻ്റെ ഡയറക്ടറെ മറ്റേ വല്ല മടല് വരെ അടിക്കാൻ തോന്നും. കാരണം അത്രയും ഒരു വിഷയത്തെ അതുവരെ അങ്ങനെ ആക്കിയത്, ലാസ്റ്റ് അങ്ങനെ ചെയ്തെന്ന് വെച്ചിട്ട് അത് മൊത്തത്തിൽ അത് മറ്റേ പുള്ളി കഴിവുള്ളവൻ അത് മികച്ചതാകുന്നില്ല.
അതുവരെ അതിനെ ട്രീറ്റ് ചെയ്തിരിക്കുന്ന രീതി ഭയങ്കര മോശമാണ്. അപ്പോൾ എഴുത്ത് വളരെ വീക്ക്, അങ്ങനെയാണ് തോന്നിയത്. പിന്നെ പെർഫോമൻസ് ഈ ലീഡായിട്ടുള്ള രണ്ടുപേരും എനിക്ക് വർക്കായില്ല. അത് ഇഷ്ടപ്പെടുന്നവർ കാണും, ഞാൻ ഉറപ്പാണ് അത് ഇഷ്ടപ്പെടുന്നവർ കാണും. ഈ ക്യൂട്ട്നെസ് ഈ ഓവറായിട്ട് ചെയ്യുന്നതൊക്കെ ക്യൂട്ടി പൈ എന്നൊക്കെ പറയുന്നവർ കാണും. എനിക്ക് ഒട്ടും വർക്കായില്ല. അങ്ങനെ ഞാൻ പറഞ്ഞില്ല, ആകത്തുക ഫസ്റ്റ് ഹാഫ് അത്യാവശ്യം ഡീസൻറ്റ് ലെവലിൽ അങ്ങനെ ഇരുന്ന് കാണാം, ഒരു ആവറേജ് ആ ഒരു ലെവലിൽ ഓക്കെ ലെവലിൽ. പക്ഷേ സെക്കൻഡ് ഹാഫ് ഭയങ്കരമായിട്ട് കയ്യിൽ നിന്ന് പോയി. അപ്പോഴും പിടിച്ചിരുത്തുന്നത് സായി അബ്ബങ്കാറിൻ്റെ മ്യൂസിക്കാണ്. മ്യൂസിക് എന്ന് പറയുമ്പം 2 സെക്ഷനും അല്ല, പാട്ടുകളുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. സോങ്സ് സൂപ്പർ. ഇപ്പോൾ ഊരും ബ്ലഡ് ആയാലും ശരി, അതുപോലെ തന്നെ സിംഗാരി ആയാലും, അത് രണ്ടും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട പാട്ടാണ് നേരത്തെ തന്നെ. അത് സ്ക്രീനിൽ കാണാൻ നല്ല രസമുണ്ടായിരുന്നു. പിന്നെ നല്ലാറുപ്പോ എന്ന് പറയുന്ന സോങ് എനിക്ക് അത്ര വർക്കാവാഞ്ഞാണ് നേരത്തെ, പക്ഷേ സിനിമയിൽ അത് സെറ്റായിരുന്നു, ആ ഒരു മൂഡിൽ. അതൊക്കെ വിഷ്വലി ചെയ്തിരിക്കുന്നതും സൂപ്പറായിട്ടാണ്. പാട്ട് ടോപ്പായിരുന്നു, പക്ഷേ BGM അത്ര വർക്കല്ല. പല സ്ഥലത്തും ഓവർ ദ ടോപ്പ്. പിന്നെ മറ്റേ ട്രെയിലറിൽ ആ സോങ്ങിൻ്റെ ബിറ്റ് ഇറങ്ങി ഹിറ്റായപ്പോഴത്തേക്ക് അത് പല സ്ഥലത്തും എടുത്ത് ചുമ്മാ വാരിയിട്ടുണ്ട്. അങ്ങനെ അത് അതാ പറഞ്ഞത്, ബാക്ക്ഗ്രൗണ്ട് സ്കോറിലോട്ട് വരുമ്പോൾ അത്ര വർക്കായില്ല. പിന്നെ ചിലയിടത്തൊക്കെ ഇയാളുടെ തന്നെ മറ്റേ കച്ചി ഫെയറയുടെ ഒക്കെ ആസക്കൂടയുടെ ഒക്കെ പല ഇതും ബീറ്റ്സും കേൾക്കാൻ പറ്റുന്നുണ്ട്. അപ്പം BGM വർക്ക് ചെയ്യേണ്ടിയിരിക്കുന്നു സായി, പക്ഷേ മ്യൂസിക് സൂപ്പറായിരുന്നു. അപ്പം മ്യൂസിക്കാണ് നമ്മളെ സെക്കൻഡ് ഹാഫ് മൊത്തം പിടിച്ചിരുന്നതായിട്ട് എനിക്ക് തോന്നിയത്. നമ്മളിങ്ങനെ റബ്ബർ ബാൻഡ് പോലെ ഇങ്ങനെ വലിഞ്ഞുകൊണ്ടിരിക്കുക. ഇത് ഇഷ്ടപ്പെടുന്ന ഒരു സോണുള്ള ആൾക്കാർ കാണും, അത് കൺഫേം ആണ്. എനിക്കത്ര വർക്കായില്ല. എനിക്കൊരു പ്രോപ്പർ ഒരു ബിലോ ആവറേജ് സിനിമയായിട്ടാണ് ഡ്യൂഡ് തോന്നിയത്. അതിൽ തന്നെ ഞാൻ ഭയങ്കര ഡിസപ്പോയിൻറ്റഡ് ആണ്. കാരണം പ്രദീപിൻ്റെ പടം, ഡ്രാഗണിന് ശേഷമുള്ള പടം, ദീപാവലി എൻ്റർടൈനർ എന്നുള്ള രീതിയിൽ ഞാൻ ഭയങ്കര എക്സ്പെക്റ്റേഷനായിരുന്നു. അത് വെച്ച് നോക്കുമ്പോൾ ഹെവി ഡിസപ്പോയിൻമെൻ്റ് ആണ്. അല്ലാതൊരു സിനിമ വെച്ച് നോക്കുമ്പോൾ ഒരു ബിലോ ആവറേജ് ആ ഒരു മൂഡ്. അപ്പോൾ ഈ സിനിമയ്ക്ക് എൻ്റെ റേറ്റിംഗ് 2/5 ആണ്.